ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രു, ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് വിനുമോന് കൊടുക്കണം. ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരുന്ന ചട്ടുക എവിടെ? ഞാനിതിപ്പോ ഇവിടെ വെച്ചതാണല്ലോ. നിന്റെ ചട്ടുകം വെച്ചുള്ള ഇളക്കിഞ്ഞ് വേണ്ടടി. 2 ദിവസം എനിക്ക് നേരെ ചൊവ്വ ഇരിക്കാൻ പോലും പറ്റിയില്ല. എന്നാലും ഈ ചട്ടുക ഇതെവിടെ പോയി? ഞാൻ പോയി വാഴയില വെട്ടി കഴുകി വെച്ചിട്ട് വരാമേ. പാചകം നടക്കട്ടെ. എന്താ മോനെ ഇത്? നീ എന്തൊക്കെയാ കാണിക്കുന്നത്? മോനെ വിനു, ഈ പണം മോൻ തന്നെ വെച്ചോ. അച്ഛൻ ഇപ്പൊ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പണത്തിന്റെ ആവശ്യമുള്ളത് മോനാ. മാധവേട്ട, വിനുമോൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ 2 പേരുടെയും ചെലവ്
ഇനി മുതൽ വിനുമോൻ നോക്കിക്കോളാന്ന്. ഞാൻ പ്രസവിച്ച 2 ആൺമക്കളുണ്ടായിട്ടും അവർക്കൊന്നും തോന്നിയില്ലല്ലോ മാധവേട്ട. വിനുമോൻ ഇങ്ങനെ പറയാനെങ്കിലും തോന്നിയല്ലോ. നീ ഇത് പിടിക്കേ. ജീവിതം തുടങ്ങിയ നിനക്കാണ് പൈസയുടെ ആവശ്യം. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇത്രയും കാലത്തെ എന്റെ ജീവിതവും ജീവിത സമ്പാദ്യങ്ങളും ഒക്കെ മനോജും പ്രകാശും കൈക്കലാക്കി. നിനക്കായിട്ട് ഈ അച്ഛനും അമ്മയും ഒന്നും കരുതി വെച്ചില്ല. അതിലിപ്പോ എനിക്ക് കുറ്റബോധം തോന്നുവാ. ചന്ദ്രു, ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് വിനുമോന് കൊടുക്കണം. ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അറിയാത്തവനാ ഇവൻ. മോനും നല്ലതേ വരൂ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. അപ്പോ ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിലും ഒരു ധാരണയായി. ഇപ്പൊ മീനാക്ഷി പറയും, ഞങ്ങൾക്കിതൊന്നും വേണ്ട അച്ഛ, ഇനി മുതൽ വിനുവേട്ടന്റെ സമ്പാദ്യത്തിന്റെ ഒരംശം അച്ഛനും അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന്, വിനുവേട്ടന്റെ കടമയാണെന്ന്. സമ്പാദ്യത്തിന്റെ ഒരു അംശമല്ല വേണ്ടത്, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു അംശം തന്നാ മതിയെന്ന് അമ്മയും പറയും. നീ നോയിക്കോ, ഇപ്പൊ ഉണ്ടാക്കുന്ന സീനൊക്കെ മീനാക്ഷിയുടെ തിരക്കഥയാ. ഒരു തരം സെന്റിമെന്റൽ ലോക്കിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള തന്ത്രം. പക്ഷേ ഈ പ്രകാശന്റെ മുന്നിലത് പൊളിഞ്ഞടങ്ങും. പണി ഞാനേ പാൽപായസത്തിൽ കൊടുക്കും. ഡേയ്, വല്ലതും നടക്കുവോടേ? നടക്കും. ഈ പ്രകാശം നടത്തിയിരിക്കും. നിങ്ങൾ വാ. അങ്ങോട്ടല്ലടി പോത്തെ, ഇങ്ങോട്ട്. എന്തായി? എല്ലാരും കൂടി വിരുന്നിനെത്തിയ വിശിഷ്ടാതിഥികൾക്ക് യാത്രാമംഗളം പാടിയോ?